ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മുടെ പൂച്ച ചെറിയൊരു പണി തന്നു കേട്ടോ. അടുത്ത വീട്ടിലെ പൂച്ച കടിക്കാൻ ഓടിച്ചതാണ്. അപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി ഓടുന്നതിനിടയിൽ കിണറ്റിൽ വീണു. ഇനിയിപ്പോൾ അതിനെ എങ്ങനെ പുറത്തോട്ട് എടുക്കണം എന്നുള്ള ഇതിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഒരു പ്ലാസ്റ്റിക് കൊട്ട താഴേക്ക് കെട്ടി ഇറക്കിയിട്ട് അതിലേക്ക് കയറുമോ നോക്കാമെന്നുള്ളൊരു ശ്രമത്തിലാണ് നമ്മൾ. നോക്കാം, എത്രത്തോളം വിജയിക്കുമെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ വിചാരിച്ച പോലെ കൊട്ട നിർത്താനും പറ്റുന്നില്ല. പൂച്ചക്കുട്ടിയാണെങ്കിൽ ഒരുപാട് താഴെയാണുള്ളത്. പെട്ടെന്ന് കൊട്ട കണ്ടതിൻ്റെ പേടിയാണെന്ന് തോന്നുന്നു. പൂച്ചക്കുട്ടി തന്നെ 2-3 പട തുള്ളി കയറി വരുന്നുണ്ട്. നമ്മൾ കൊട്ട അടുപ്പിക്കുന്നതിന് അനുസരിച്ച് അവൾ മുകളിലോട്ട് കയറി വരുമോയെന്ന്. ഇതേപോലെ കയറിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മുകളിൽ എത്തുമായിരുന്നു. പക്ഷേ അവൾക്ക് പറ്റുന്നില്ല. ഫ്രണ്ട്സ്, ഇനിയെന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു കഷ്ടപ്പാടായിരുന്നു. അവളാണെങ്കിൽ കൊട്ടയിൽ കയറുന്നുമില്ല, മുകളിലോട്ട് അവൾക്ക് വരാനും പറ്റുന്നില്ല. ശരിക്കും നമ്മളെ വെള്ളം കുടിപ്പിച്ചു ഗൈസ് അവൾ. നീ എന്താ പാട്ട് പഠിപ്പിക്കണോ? ആ കൊട്ടയിലേക്കൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല കൂട്ടുകാരെ അവൾ. അവൾക്കും കൂടി കുറച്ചൊന്ന് സഹകരിച്ചാൽ എത്ര പെട്ടെന്ന് മുകളിലോട്ട് വരാൻ പറ്റുമായിരുന്നു. ജമ്പ് പ്ലീസ്. നിന്നെ വിളിച്ചിട്ടില്ല. അത് മുകളിലേക്ക് ഒരിക്കൽ കൂടി തുള്ളി കയറാൻ നോക്കിയതാണ്. പെട്ടെന്ന് താഴേക്ക് വീണു പോകുമെന്ന് വിചാരിച്ച് പേടിച്ചു പോയി ഫ്രണ്ട്സ്.
കൂട്ടുകാരെ, ഇപ്പോൾ അവൾ കിണറ്റിന് വട്ടം ചുറ്റാനുള്ള പരിപാടിയാണ്. രക്ഷപ്പെട്ട് പുറത്തോട്ട് പോകാനല്ല, അവൾ അവിടുന്ന് വട്ടം ചുറ്റിക്കൊണ്ടെത്തും. ഒരു വടിയെടുത്ത് അതിലേക്ക് ഇടാനുള്ള ശ്രമത്തിലായിപ്പോൾ, പക്ഷെ നടക്കും തോന്നുന്നില്ല. ഇപ്പോൾ അവളൊന്ന് കൊട്ടയിലേക്ക് നോക്കുന്നെല്ലാം ഉണ്ട്. വറുത്ത മുള്ളനും മത്സ്യവും എല്ലാം ഉണ്ടല്ലോ അതിൽ. എങ്ങനെയെങ്കിലും ഒന്ന് കയറുമെന്നാണ് പ്രതീക്ഷ. കൂട്ടുകാരെ, അവൾ നമ്മുടെ പ്രതീക്ഷ ഒരിക്കൽ കൂടി തകർത്തിരിക്കുന്നു. അവൾക്ക് കാരണമൊന്നുമില്ല, അവിടെ വെറുതെ ഇരിക്കും. പിന്നെ നമ്മളൊരു കൊള്ളി എടുത്ത് ഉന്തിയിടാനൊക്കെ നോക്കി, പക്ഷെ അതൊന്നും തീരെ മൈൻഡ് ആക്കുന്നില്ല. കൂട്ടുകാരെ, അവൾ അവളുടെ പരിപാടി തുടങ്ങി. ഇപ്പോഴും കിണറ്റിൻ്റെ അകത്ത് ഇങ്ങനെ വട്ടം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ കൂട്ടുകാരെ, അവസാനം ഒരു വഴിയില്ലാതെ കയറി കുടുക്കി കൂട്ടയിലേക്ക് ഇടാന്നുള്ളൊരു ഇല്ല വന്നത്. ഇപ്പം വഴിയൊന്നുമില്ല, കിണറ്റിൽ ഇറങ്ങാനാണെങ്കിൽ ആരുമില്ല. ഇപ്പോൾ അതിനായിട്ടുള്ള കയറും ഒന്നും ഇപ്പം പെട്ടെന്ന് കിട്ടാനില്ല. അവളെയാണെങ്കിൽ അങ്ങനെ വെറുതെ അതിൽ വിടാനും പറ്റുന്നില്ല. കിണറല്ലേ, പെട്ടെന്ന് അങ്ങനെ തുള്ളാൻ നോക്കി താഴോട്ട് തന്നെ വീണാലോ എന്നുള്ളൊരു പേടി. അവസാനം ആ കയറൊന്ന് കുടുക്കി കിട്ടിയിട്ടുണ്ട് കൂട്ടുകാരെ. വേഗം തന്നെ അതിനെ കൊട്ടയിലേക്ക് എടുത്തിടാം. പാവം നന്നായി പേടിച്ചിട്ടുണ്ട് കൂട്ടുകാരെ. നമ്മുടെ പൂച്ചക്ക് വല്ല കുഴപ്പമൊന്നുമില്ല വേറെ. കണ്ടോ, 5-6 മണിക്കൂർ നമ്മളായിട്ട് വെള്ളം കുടിപ്പിച്ച മുതലായി കിടക്കുന്നത്. എന്തായാലും കുറച്ച് നേരം കഷ്ടപ്പെടേണ്ടി വന്നാലും അവന് കുഴപ്പമൊന്നുമില്ലാതെ പുറത്ത് കയറ്റി ഓക്കെയാണ്. ഫുഡ് കഴിക്കുന്നുണ്ട്, ബാക്കിയുള്ളവരുടെ കൂടെ കൂടുന്നു.